أعوذ بالله من الشيطان الرجيم ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. 228-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗമാണ്. ഞാനതൊരു വലിയ വചനമായതുകൊണ്ടാണ് നമുക്ക് വിവരിക്കാനുള്ള ഭാഗം മാത്രം പാരായണം ചെയ്തത്. അത് എല്ലാവരും മനസ്സിലാക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ 2 ദിവസമായി ഈ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന അവർക്ക് അഥവാ സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട്, മിസ്ലുല്ലദി അലൈഹിന്ന അവർക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ ബിൽ മഅറൂഫ് മഅറൂഫ് അനുസരിച്ച്. ഇവിടെ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, ഇവിടെ മിസ്ല് എന്ന് പറഞ്ഞാൽ എന്താ? പോലെ എന്ന് പറഞ്ഞാൽ, പോലെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്ത്രീയെപ്പോലെ പുരുഷൻ എന്ന അർത്ഥത്തിലല്ല. അതല്ലല്ലോ, ഒരിക്കലുമല്ല. ഇവിടെ മസൽ എന്ന് പറഞ്ഞാൽ, തമാസുൽ എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്ന അർത്ഥമല്ല. ഒരിക്കലും സ്ത്രീയും പുരുഷനും എന്തല്ല, തുല്യമല്ല, സമമല്ല, അല്ലല്ലോ. അത് പിന്നെ നടക്കില്ലല്ലോ. പുരുഷനും സ്ത്രീയും ആ രീതിയിൽ തുല്യമാകാൻ കഴിയില്ല. അവരുടെ പ്രവർത്തനങ്ങൾ പോലും വ്യത്യസ്തമാണല്ലോ. പുരുഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല സ്ത്രീ ചെയ്യുന്നത്. സ്ത്രീ ചെയ്യുന്ന പ്രവർത്തികൾ പുരുഷന് ചെയ്യാൻ സാധ്യമല്ല. വിശദീകരിക്കേണ്ടതില്ലല്ലോ എന്താണ്, മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? മുമാസലത്ത് അല്ലെങ്കിൽ മെസല് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം നീതിയാണ്, അനീതി ഇല്ലാതിരിക്കലാണ്, നല്ല സഹവാസമാണ്. നമുക്കറിയാം ഈ മുമാസലത്ത് യഥാർത്ഥത്തിൽ വിസ്ല് എന്ന് പറയുന്നത് സ്ത്രീയുടെ പ്രകൃതമനുസരിച്ച് പുരുഷനാവുക എന്നല്ല, അല്ലെങ്കിൽ പുരുഷൻ്റെ പ്രകൃതമനുസരിച്ച് സ്ത്രീ ആവുക എന്നല്ല. അത് സാധ്യമല്ല, രണ്ടും വ്യത്യസ്തമാണ്. സ്ത്രീകൾക്കൊരുപാട് ബാധ്യതകളുണ്ട്. നമുക്കറിയാം, മക്കളുമായി ബന്ധപ്പെട്ട മക്കളെ പ്രസവിക്കണം, അവരെ മുലയൂട്ടണം, അവരെ വളർത്തണം, മനസ്സിലായില്ലേ? സ്ത്രീ പറയാണ് സ്ത്രീയും പുരുഷനും തുല്യമാണ്, അതുകൊണ്ട് പുരുഷനും ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ലല്ലോ. അല്ലെങ്കിൽ പുരുഷന് കുറച്ച് പ്രത്യേകമായ ബാധ്യതകളുണ്ട്. പുരുഷന് വീടുണ്ടാക്കണം, വീടിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കണം, അവർക്ക് ആവശ്യമായ വസ്തുവകകൾ നൽകണം. അതിനൊക്കെ ചിലവാക്കേണ്ടത് ആരായിരിക്കണം? പുരുഷനായിരിക്കണം. അത് പുരുഷൻ്റെ ബാധ്യതയാണ്. അപ്പോൾ പുരുഷൻ വന്ന് പറയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യണം, അതുകൊണ്ട് നീയും ചെയ്യണം, അതാണോ? അതല്ല. അത്തരത്തിലുള്ള ഒരു തുല്യത ഇല്ല, മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള ഒരു തുല്യത ഇല്ല എന്ന് മനസ്സിലാക്കണം. അതല്ല ഇവിടെ മിസ്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? മറിച്ച് എന്താ, കുറേ രണ്ടു കൂട്ടർക്കും ഉള്ള ചില അവകാശങ്ങളും ബാധ്യതകളുമുണ്ട് ഒരുപോലെയുള്ള. ഉദാഹരണം പറയാം. പരസ്പരമുള്ള ഗുണകാംക്ഷ, സഹകരണം, മനസ്സിലായില്ലേ? ബഹുമാനം, നല്ല പെരുമാറ്റം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ന്യായമായ അവകാശങ്ങളുണ്ട്. അവർക്ക് ബാധ്യതകൾ മാത്രമല്ല ഉള്ളത് എന്നർത്ഥം. അവരുടെ ബാധ്യതകൾ പോലെ തന്നെ അവർക്കുള്ള അവകാശങ്ങളും പുരുഷൻ വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്, മനസ്സിലായില്ലേ? ഭാര്യയുടെ ബാധ്യതകൾ ഭർത്താവിന് അവളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബാധ്യതകൾ ഭാര്യയ്ക്ക് അയാളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. ഇരുകൂട്ടരും അവരവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ടും ബാധ്യതകൾ ആവശ്യപ്പെട്ടുകൊണ്ടുമായിരിക്കണം
ജീവിക്കേണ്ടത്. അങ്ങനെയുള്ള ഒത്തുതീർപ്പിൻ്റെ പേരാണ് ഇവിടെ നേരത്തെ നമ്മൾ ഇസ്ലാഹ് എന്ന് പറഞ്ഞത്. അതാണ് മനസ്സിലായി. അതല്ലാതെ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും എല്ലാവിധത്തിലും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കരുത്. സ്ത്രീയും പുരുഷനും തുല്യരാകുന്നത് ജിൻസിലാണ്. ജിൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന ഗണത്തിൽപ്പെടും സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ വ്യക്തി എന്ന ഗണത്തിൽ പെടും സ്ത്രീയും പുരുഷനും. മനസ്സിലായി. എന്നാൽ സ്ത്രീ പുരുഷൻ എന്നീ വ്യത്യസ്തമായ സെക്സിൽ അവരെന്താണ്? ഭിന്നരാണ്. അവരുടെ കഴിവുകളിൽ, യോഗ്യതകളിൽ, അതുപോലെ തന്നെ അവർ ഭൂമിയിൽ നിർവഹിക്കേണ്ട ധർമ്മങ്ങളിൽ ഒക്കെ ഭിന്നരാണ്, വൈവിധ്യമുണ്ട്. അതിനനുസരിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങളിലും ബാധ്യതകളിലും ഭിന്നത ഉണ്ടാവും, വ്യത്യസ്തത ഉണ്ടാവും, വൈവിധ്യമുണ്ടാകും, ഉണ്ടാകണം. അതാണ്. ഒന്നുകൂടി വിശദീകരിച്ചാൽ നോക്കൂ, മാതാവും മകളും പിതാവും പുത്രനും അധ്യാപകനും വിദ്യാർത്ഥിയും നേതാവും അനുയായിയും എല്ലാവരും മനുഷ്യർ എന്ന നിലക്ക് എന്താണ്? സമന്മാരാണ്. അതാണ് വലഹുന്ന മിസ്ലുല്ലദി അലൈഹി മിസ്ൽ എന്ന് പറഞ്ഞാൽ. എന്നാലോ യോഗ്യതകളിലും ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള അവകാശ ബാധ്യതകളിലും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ആരിലുണ്ട്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുമുണ്ട്. മാതാവും മകളും പിതാവും മകളും ഒക്കെ എന്താണ്? മനുഷ്യൻ എന്ന നിലക്ക് ഒന്നാണ്. മനസ്സിലായില്ലേ? എന്നാൽ അവർക്കുള്ള യോഗ്യത, കഴിവ്, ഇതൊക്കെ അനുസരിച്ച് എന്തുണ്ട്? അവരുടെ അവകാശ ബാധ്യതകളിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം എവിടെയുണ്ട്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഉണ്ട്. അതാണ് അതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇവിടെ പറഞ്ഞു എന്ത്? ബിൽ മഅറൂഫ്. ഈ ബാധ്യതകളും അവകാശങ്ങളുമൊക്കെ ഉർഫ് അനുസരിച്ചാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മഅറൂഫ് എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ന്യായമായത് എന്ന് വേണമെങ്കിൽ അതിന് മലയാളത്തിൽ അർത്ഥം പറയാം. പക്ഷെ മഅറൂഫ് എന്ന് പറഞ്ഞാൽ അല്ലദീ തഅരിഫുഹു അൽ ഉഖൂലുസ് സലീമ വൽ ഫിത്രത്തുൽ മുസ്തഖീമ എന്നാണ്. അതാണ് മഅറൂഫ്. ഒരു നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ശുദ്ധ പ്രകൃതിയുള്ള മനുഷ്യൻ അംഗീകരിക്കുന്നതാണ് എന്ത്? ഉർഫ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഉദാഹരണം, ഇസ്ലാമിക നിയമ സംഹിത ശരീഅത്ത് ഒരു വിഷയത്തിൽ പ്രത്യേകമായ ഒരു അഭിപ്രായം പറയാത്ത കാര്യമാണെന്ന് വെക്കുക. അപ്പോൾ അവിടെ നമ്മൾ മഅറൂഫിലേക്ക് നോക്കണം. അഖ്ലുൻ സലീം എന്ത് പറയുന്നു? ഫിത്രത്തുൻ മുസ്തഖീം എന്ത് പറയുന്നു? നല്ല ബുദ്ധി, ശുദ്ധ പ്രകൃതി, നേർക്കുനേരെയുള്ള പ്രകൃതി എന്ത് പറയുന്നു എന്ന് നോക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതനുസരിച്ച് ഒരു പ്രദേശത്തുള്ള ഇസ്ലാം വിരോധിക്കാത്ത ആ പ്രദേശത്തിൻ്റേതായ പ്രത്യേകതകൾ അത് മഅറൂഫിൽപ്പെട്ടതാണ്, ഉർഫിൽപ്പെട്ടതാണ്. ആ പ്രദേശത്തെ ആളുകൾ ആ കാലഘട്ടത്തിൽ അവർക്കതറിയും, അവരതാണ് ചെയ്തു വന്നിരുന്നത്. ശറഈയായ ഒരു നിയമമുണ്ട്, അൽ ആയദത്തു മുഹക്കമത്തുൻ എന്നാണ്. ആയദത്ത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ആയദത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ സ്വഭാവങ്ങൾ, രീതികൾ. പക്ഷേ എന്താകരുത്? അത് ഇസ്ലാമിന് അന്യമാകരുത്, ഇസ്ലാമിന് വിരുദ്ധമാകരുത്, ഇസ്ലാമിനെതിരാകരുത്. അപ്പോൾ ഇസ്ലാം ഒരു കാര്യത്തിൽ ഇസ്ലാമിക രീതിയില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ, ആ രീതി ഇസ്ലാമിനെതിരല്ലെങ്കിൽ അത് സ്വീകരിക്കാം. ആ അർത്ഥത്തിലാണ് അൽ ആയദത്തു മുഹക്കമത്തുൻ എന്ന് പറഞ്ഞത്. അത് ഉർഫ് അനുസരിച്ചാണ്. ഞാനൊരു ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി. ഈ ചില നാടുകളിലൊക്കെ വീടുകളിൽ പരിചാരികമാരുണ്ട്, സർവൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഭാര്യ വന്ന് ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് സർവൻ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, എന്ത് സർവൻ്റ് ഒന്നും തരുമല്ല, നീയാണ് ഇവിടെ വേല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണത്? അവൾ ചോദിച്ചത് തെറ്റാണോ? അവൻ പറഞ്ഞത് തെറ്റാണോ? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു വേലക്കാരിയെ ആവശ്യപ്പെടുക എന്നത് നിരുപാധികമാണ്
ആ സ്ത്രീ ചെയ്തതെങ്കിൽ അത് തെറ്റാണ്. വേലക്കാരിയെ നൽകില്ല, നീയാണ് വേല ചെയ്യേണ്ടത് എന്ന് പുരുഷൻ നിരുവാധികമായാണ് പറഞ്ഞതെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ ആ പ്രദേശത്തെ ഉർഫ് നോക്കണം. ശറഇന്, ഇസ്ലാമിക സംഹിതക്ക് അതിൽ യാതൊരു ഇടപെടലുമില്ല. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കഴിവുള്ള വീടുകളിൽ സെർവൻസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അത് ഓരോ പ്രദേശത്തും ഉള്ള അവസ്ഥ നോക്കി വേണം. ഒരു പ്രദേശത്ത് അങ്ങനെയാണ് അതിൻ്റെ രീതിയെങ്കിൽ അതാകാം. ആ പ്രദേശം, ആ സാഹചര്യം എങ്ങനെയാണോ അങ്ങനെയാകാം. ഒന്നുകൂടി ഞാൻ വിശദീകരിച്ചാൽ, മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, അറബ് നാടുകളിലൊക്കെ എല്ലാ വീടുകളിലും സെർവൻസ് ഉണ്ട്. അപ്പോൾ ഭർത്താക്കന്മാർ വിവാഹം ചെയ്താൽ ആ വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ വീട് സംവിധാനിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ളതാണ് ഖാദിമ. അതുണ്ടാവും. ആ ഖാദിമ ഈ വീട്ടുകാരിയെ പല കാര്യങ്ങളിലും സഹായിക്കും. അടുക്കള കാര്യങ്ങളിൽ, ക്ലീനിങ്ങിൽ, അങ്ങനെ അല്ലെങ്കിൽ മക്കളെ നോക്കുന്നതിലൊക്കെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നു. അതൊരു തെറ്റല്ല. മനസ്സിലായില്ലേ? അപ്പം ഒരു മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്ന ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പ്രകൃതം അതാണ്. അതവൾ ആവശ്യപ്പെടുന്നത് അവിടെ എന്തല്ല, തെറ്റല്ല. അതാണ് അവിടുത്തെ ഉർഫ്. എന്നാൽ ഇന്ത്യയെപ്പോലുള്ള ഒരു മൂന്നാം രാജ്യത്ത്, ദരിദ്ര രാജ്യത്ത്, മൂന്നാം ലോക രാജ്യത്ത് ഒരു സ്ത്രീ ആവശ്യപ്പെടുകയാണ്, മിഡിൽ ഈസ്റ്റിലൊക്കെ എല്ലാ വീട്ടിലും ഖാദിമ ഉണ്ടല്ലോ, സെർവൻ്റ് ഉണ്ടല്ലോ, എനിക്ക് സെർവൻ്റ് വേണം എന്നാവശ്യപ്പെട്ടാൽ അത് ന്യായമല്ല, അത് ഉർഫല്ല. കാരണം ഈ മൂന്നാം ലോകരാജ്യത്ത് എല്ലാ വീടുകളിലും സെർവൻ്റ് എന്ന ഒരു രീതിയില്ല. മനസ്സിലായല്ലോ? അതാണ് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞു. ഈ വചനം പറയുന്നിടത്ത്, ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മനോഹരമായ വാചകമുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നു, وإني لأحب أن أتزين لامرأتي كما أحب أن تتزين لي امرأتي لأن الله يقول ولهن مثل الذي عليهن بالمعروف. അവർക്കഥവാ സ്ത്രീക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ അവിടുത്തെ രീതി അനുസരിച്ച് അവകാശങ്ങളുമുണ്ട് എന്ന് പറഞ്ഞതിന് ഇബ്നു അബ്ബാസ് മനസ്സിലാക്കിയത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്ത്? ഇന്നി ലഉഹിബ്ബു അൻ അതസയ്യന ലിംറഅതി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഇണക്ക് വേണ്ടി ഞാൻ സൗന്ദര്യവാനാവുക എന്നത് എനിക്കിഷ്ടമാണ്. ഏതുപോലെ? കമാ ഉഹിബ്ബു അൻ തതസയ്യന ലീ ഇംറഅതി, എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ ഭംഗിയുള്ളവളാവുക, അവൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ മുമ്പിൽ വരിക എന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ അതെനിക്കിഷ്ടമാണ്. അപ്പോൾ തിരിച്ചും അവൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഭംഗിയുള്ളവനായി മാറാൻ ഞാൻ ഇഷ്ടപ്പെടണം. അതാണെന്ത്? അത് എവിടെ വരും? വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്നതിൻ്റെ വിവക്ഷയിൽ വരും എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിക്കുക, എത്ര മനോഹരമാണ് ഈ വചനത്തിൻ്റെ രൂപം എന്ന്. അള്ളാഹു എന്തൊക്കെ ഉദ്ദേശിച്ചു എന്ന് സുബ്ഹാനല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.